സെപ്റ്റംബർ 8 തിരുസഭാ മാതാവ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് സാഘോഷം കൊണ്ടാടുന്ന പുണ്യദിനം. ആധുനികതയുടെ കുത്തൊഴുക്കിൽ നന്മയും സനാതന മൂല്യങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറവ് വരാത്ത പ്രാധാന്യവും വണക്കവും പരിശുദ്ധ അമ്മയോടുണ്ട്. വിശുദ്ധ ഗ്രന്ഥമെടുത്താൽ ഈശോയുടെ ജനനമുണ്ട്, സ്നാപകന്റെ ജനനമുണ്ട്, മോശയുടെ ജനനമുണ്ട്, സാംസന്റെ ജനനമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ജനന വിവരണങ്ങൾ നമുക്ക് കാണാനാകും. എന്നാൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ ജനനം വിശുദ്ധ ഗ്രന്ഥത്തില് മിസ്സിംഗ് ആണ്. സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ ഒന്നായ അപ്രമാണിക ഗ്രന്ഥങ്ങളില് പരിശുദ്ധ അമ്മയുടെ ജനനം നമുക്ക് കാണാനാകും. യാക്കോബിന്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് മറിയത്തിന്റെ ജനനത്തെക്കുറിച്ചും മാതാപിതാക്കൾ അന്നയും യോവാക്കിമും ആണെന്നതും ആദ്യമായി നാം കാണുന്നത്. ഇതിൽ വളരെ മനോഹരമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജനനം വിവരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: യോവാക്കിം ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന. യോവാക്കിം അന്ന ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. അവർ വൃദ്ധരായിരുന്നു. യഹൂദരുടെ കാഴ്ചപ്പാടനുസരിച്ച് മക്കളില്ലാത്ത അവസ്ഥ ഒരു ദൈവശാപമായിട്ടാണ് കരുതിയിരുന്നത്. അനുഗ്രഹിക്കപ്പെടേണ്ട പുരോഹിതന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നതിനെ ഓർത്ത് നാട്ടുകാരും വീട്ടുകാരും അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. ഈ ദുഃഖത്തിലും മനംനൊന്ത് അദ്ദേഹം വീട് വിട്ടിറങ്ങി മരുഭൂമിയിൽ ജീവിതം ആരംഭിച്ചു. മക്കളില്ലാത്ത ദുഃഖത്തോടൊപ്പം ഭർത്താവിന്റെ വേർപിരിയിലും അന്നയെ അതീവ ദുഃഖിതയാക്കി. ഒരു ദിവസം അന്ന തന്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുരുവിക്കൂട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തള്ളക്കുരുവി കുഞ്ഞുകുരുവിയുടെ അടുക്കിലേക്ക് പറന്നുവന്ന് സംരക്ഷണം നൽകുന്നത് കണ്ട് അവൾ നൊമ്പരത്തോടെ പ്രാർത്ഥിച്ചു: ഈ കുരുവിക്ക് പോലും ഒരു കുഞ്ഞുണ്ടല്ലോ, എന്നിട്ടും എനിക്ക് മാത്രമെന്തേ ഇങ്ങനെ? അവളുടെ വിലാപം ദൈവം കേട്ടു. പെട്ടെന്നു തന്നെ ഒരു ദൂതൻ അന്നയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: അന്ന, നീ ഇനി വിഷമിക്കേണ്ട, തീർച്ചയായും നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും. ഞാൻ ഈ പറഞ്ഞ സദ്വാർത്ത സംഭവിക്കും എന്ന ഉറപ്പിനായി മറ്റൊരു കാര്യം കൂടി പറയുന്നു: നിന്റെ ഭർത്താവ് യോവാക്കിം തിരികെ നിന്റെ അടുക്കിലേക്ക് വരും. ഇത്രയും പറഞ്ഞ് ദൂതൻ അപ്രത്യക്ഷനായി. അതേസമയം തന്നെ ദൂതൻ യോവാക്കിമിനും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് ദൂതൻ ഇപ്രകാരം പറഞ്ഞു: യോവാക്കിം, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കും. നീ വീട്ടിലേക്ക് മടങ്ങുക. അങ്ങനെ യോവാക്കിം മരുഭൂമി ജീവിതം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു കുഞ്ഞു പിറക്കുന്നു. ആ കുഞ്ഞിന് മറിയം എന്ന് പേര് വിളിക്കുന്നു. ക്ഷണികമാകുന്ന ലോകത്തിന്റെ പാപവ്രണങ്ങളാകുന്ന കൈപ്പിനെ ഈശോയാകുന്ന മധുര സമ്മാനത്താൽ മധുരിതമാക്കുവാൻ ജനിച്ചവളെന്നാണ് മറിയം എന്ന വാക്കിന്റെ അർത്ഥം. ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ആ കുഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരിക്കുമെന്ന് അന്ന ദൈവ തിരുമുൻപില് വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം അനുസരിച്ച് മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. കുഞ്ഞ് നടക്കാറായപ്പോഴേക്കും കുഞ്ഞിന്റെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കാതിരിക്കാനായി അവൾ ഒരു കൂടാരം നിർമ്മിച്ച് മറിയത്തെ ആ കൂടാരത്തിൽ പാർപ്പിച്ചു. അതായത് ലോകത്തിന്റെ കറകളോ മാലിന്യമോ ഏൽക്കാതെയാണ് മറിയം ഭൂമിയിൽ ജീവിച്ചത് എന്ന് വളരെ സിംബോളിക്കായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ദേവാലയത്തില് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട മറിയം ദേവാലയത്തിന്റെ തിരശീലകൾ നെയ്യുക, അതിന് ചായം പൂശുക തുടങ്ങിയ ജോലികള് ചെയ്തു വന്നു. സ്നേഹമുള്ളവരെ, മാതാവിന്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഈ അപ്രമാണിക ഗ്രന്ഥത്തിന്റെ ഓരോ വരികളും വളരെ അർത്ഥസമ്പുഷ്ടവും ആത്മീയത ഉൾക്കൊള്ളുന്നതുമാണ്. മാതാവിന്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ മറിയത്തിന്റെ ജനനം നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന് സമയം നൽകുക. ഞാനൊരു പുരോഹിതനാണ്, ഒരു സമർപ്പിതയാണ്, തീക്ഷ്ണതയുള്ളൊരു കത്തോലിക്കനാണ്, എന്നിട്ടും എന്തേ ദൈവാനുഗ്രഹം വൈകുന്നുവെന്ന് പരാതിപ്പെടരുത്. കാരണം ലേറ്റായാലും ലേറ്റസ്റ്റായ ഒന്നിനായി ദൈവം കാത്തിരിക്കുകയായിരിക്കും. രണ്ടാമതായി, ദൈവ തിരുമുൻപിൽ കൂടാരം കെട്ടി ജീവിക്കുക എന്നതാണ്. മാമോദീസ ജലം തലയിൽ വീണ ഓരോ വ്യക്തിയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്. ഭൂമിയുടെ കറകളേൽക്കാതെ മാലിന്യമോ ചുളിവോ ഇല്ലാതെ ജീവിക്കേണ്ടവൻ. പരിശുദ്ധ അമ്മയാണ് അതിന് ഏറ്റവും നല്ല മാതൃക. മാലിന്യമേൽക്കാത്ത മറിയത്തിന്റെ പരിശുദ്ധി രക്ഷകനെ വഹിച്ച ഈശോയെ വഹിച്ച തിരുസക്രാരിയാക്കി മാറ്റി. പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം ഉൾക്കൊള്ളുന്ന സമാഗമ കൂടാരം പുതിയ നിയമത്തിൽ ഈശോയെ വഹിച്ച മറിയമാണ്. നമുക്കും ഈശോയെ വഹിക്കുന്ന തിരുസക്രാരികളായി മാറാം. മൂന്നാമതായി, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയത്തോട് ചേർന്നു ജീവിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച്
തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഈശോ അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. കാനായിലെ കല്യാണ വിരുന്നിലെ അമ്മ സാന്നിധ്യം പിന്നീട് നാം കാണുന്നത് കാൽവരിയിലാണ്. അപ്പോൾ ഈശോ പറയുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈശോയുടെ ജീവനും ജീവിതവും അമ്മയിലൂടെയായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച 33കാരൻ്റെ ഓർമ്മകൾ ഇന്നും എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധ അമ്മയുടെ മകനായി ഈശോ ഭൂമിയിൽ ജീവിച്ചു എന്നതാണ്. നമുക്കും അമ്മയോടൊത്ത് അമ്മയുടെ കുഞ്ഞായി ഈ ഭൂമിയിൽ ജീവിക്കാം. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.